അപ്പം സെയിൻറ്റ് ജോൺ യോർക്ക് യൂണിവേഴ്സിറ്റി ഓപ്പൺ ആയിട്ടുണ്ട് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് അഡ്മിഷൻസ് എംറസിന് വേണ്ടിയിട്ട്. പ്രധാനമായിട്ടും 5-6 ടോപ്പിക്കിലേക്കാണ് അവരെടുക്കുന്നത്. സൈക്കോളജി, ആർട്സ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. മാനേജ്മെൻറ്റ് സ്റ്റഡീസിലുണ്ട്, ബിസിനസ്സിലുണ്ട്, എഡ്യൂക്കേഷൻ, അതുപോലെ സോഷ്യൽ സയൻസ്. ഇങ്ങനെയുള്ള 6 ടോപ്പിക്കിലാണ് എടുക്കുന്നത്. ഇതിൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് മാത്രമാണ് ലണ്ടൻ ക്യാമ്പസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ 5 സബ്ജക്റ്റും യോർക്ക് ക്യാമ്പസിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 11,000 to 11,800 എന്ന് പറഞ്ഞ വളരെ കുറഞ്ഞ ഫീസാണ് അവിടെ അവരുടെ ചാർജായിട്ട് വരുന്നത്. സ്കോളർഷിപ്സ് അവൈലബിൾ ആണോ എന്ന് പലപ്പോഴും റിസർച്ചിൻ്റെ കാര്യത്തിൽ ചോദിക്കാറുണ്ട്. പോസിബിളി സ്കോളർഷിപ്സ് എംറസ് പ്രോഗ്രാംസിന് ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അഫോർഡബിൾ ഫീസാണ്. മറ്റുള്ള മാസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ ഫീസൊന്നും ഉള്ളതല്ല. പിന്നെ യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. അവർക്ക് ലണ്ടനിൽ ഒരു ക്യാമ്പസ് ഉണ്ട്, പക്ഷേ ഈ ഒരു ഒറ്റ കോഴ്സ് മാത്രമേ അവിടെ എംറസിനുള്ളൂ എന്നുള്ളതാണ്. പിന്നെ യൂണിവേഴ്സിറ്റി നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി വൈസ് നല്ല യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ കരിക്കുലം അത്ര മോശമൊന്നുമല്ല, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. 800 റാങ്കിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ യൂണിവേഴ്സിറ്റിയാണ്. ഫീസ് അഫോർഡബിൾ ആണ്, ഓൾറെഡി പറഞ്ഞു. പിന്നെ പ്രോസസ്സിങ് അത്ര ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഒരു യോർക്ക് എന്ന് പറയുന്നത് കുറേ കൂടി ടോപ്പ് ഇംഗ്ലണ്ടിൻ്റെ നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ വരുന്ന ഒരു പ്രൊവിൻസ് ആണ് യോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ യോർക്കിൽ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് പ്രശ്നങ്ങൾ, അത് കുറച്ചും കൂടെ ഒരു റിമോട്ട് ആയിട്ടുള്ള ലണ്ടൻ പോലത്തെ സിറ്റി പോലത്തെ സ്ഥലമല്ല, അപ്പോൾ കുറച്ചും കൂടെ റിമോട്ട് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇച്ചിരി ടഫ് ആവാനാണ് സാധ്യത.